ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത് സർവത്ര തട്ടിപ്പെന്ന് കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ. കൃത്രിമ രേഖ ചമച്ച് വരെ പണം തട്ടി. ഇതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ ആസൂത്രിത കൊള്ളയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലും നടന്നതെന്ന് കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ ആരോപിച്ചു. വ്യാജ വകുച്ചറുകൾ ഉണ്ടാക്കിയും നടക്കാത്ത പരിപാടിയുടെ പേരിലുമടക്കം പണം തട്ടി. ഇതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോലെ തന്നെ ഗൗരവമേറിയതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്ന വൻ വെട്ടിപ്പ്. വൻ തട്ടിപ്പാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത്. അതില് ഗൂഢാലോചനയുണ്ട്, പണാപഹരണമുണ്ട്, കൃത്രിമ രേഖ സൃഷ്ടിക്കലുണ്ട്. അവിടെ പരിപാടികൾക്ക് വിളിക്കാത്ത ആളുകളെ വിളിച്ചതായിട്ട്, ഭജനയ്ക്ക് വിളിക്കാത്ത ആളുകളെ വിളിച്ചതായിട്ട്, അവർക്ക് പൈസ കൊടുത്തായിട്ടാണ് വൗച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കൃത്രിമ രേഖയാണ്. കൃത്രിമ രേഖ സൃഷ്ടിച്ചതിനും പണാപഹരണം നടത്തിയതിനും ഗൂഢാലോചനയ്ക്കും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. നടത്തിപ്പുകാർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം താമസിക്കാൻ കട്ടിലിന് 1 ലക്ഷം രൂപയാണ് ചെലവാക്കിയത്. ഈ സുഖലോലുപത CPM അംഗീകരിക്കുന്നുണ്ടോ എന്നും സണ്ണി ജോസഫ് ചോദിച്ചു. വലിയ ദൂർത്തിന്റെയും വകമാറ്റി ചെലവഴിക്കലിന്റെയും തെളിവുകളാണ് ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം താമസിക്കാൻ കട്ടിലിന് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇവരെവിടെയാണ്? നേതാക്കന്മാരുടെ സുഖലോലുപത CPM പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ? അതുപോലെ അവിടെ എത്ര ആളുകൾ സംബന്ധിച്ചു? ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾ എത്ര? എന്നാൽ ഭക്ഷണത്തിന്, ചായക്ക്, ചോറിന്, വൈകുന്നേരത്തെ ചായക്ക് 5000, 4000, പങ്കെടുത്ത ആളുകൾ 1000-ൽ താഴെ. വസ്തുനിഷ്ഠമല്ല, ഇതെല്ലാം കള്ളക്കണക്കാണ്. ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലും പണാപഹരണം നടക്കുന്നുണ്ട്. വൻ വെട്ടിപ്പ് കണ്ടില്ല എന്ന് നടിക്കുകയാണ് CPM. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾക്ക് ഇപ്പോഴും സംരക്ഷണം നൽകുകയാണ്. രക്തസാക്ഷികളുടെ ഫണ്ട് പുറത്തുകൊണ്ടുവന്ന V. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതുപോലെ പുറത്താക്കണമെന്ന് പറയുന്നില്ല. ഒരു കാരണം കാണിക്കൽ നോട്ടീസെങ്കിലും ആ പ്രതികൾക്ക് നൽകേണ്ടതല്ലേ എന്നും സണ്ണി ജോസഫ് ചോദിച്ചു. ഇപ്പോഴെല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമം നടക്കുന്നത്. സത്യസന്ധതയുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.